പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രധാന പ്രസക്ത ഭാഗങ്ങൾ മുൻപോട്ട് വരികയാണ്. അത് മുങ്ങിമരണം എന്നുള്ളത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത്. കുഞ്ഞിന്റെ മരണ കാരണം ശ്വാസകോശത്തിൽ വെള്ളം കയറിയതാണെന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇത് ഒരു അടുത്ത ബന്ധുവിന്റെ വീടാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും സംസ്കരിക്കുന്നതിന് വേണ്ടി മൃതദേഹം താഴേക്ക് കൊണ്ടുപോകും. ഈ വർഷം തുടങ്ങിയപ്പം തൊട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം വിചിത്രമായ വാർത്തകളാണ്. അതേപോലെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും നമ്മൾ ഞെട്ടിത്തെറിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സമാധിയുടെ അടക്കം വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ വാർത്തയായിട്ട് വരുന്നത്. അപ്പം ഇന്ന് രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേറ്റതും ദാരുണമായ ഒരു കുട്ടിയുടെ മരണ വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്നത് തന്നെ. ന്യൂസൊക്കെ രാവിലെ വെച്ചവർക്കറിയാം. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയായിരുന്നു ഈ കേരളത്തിലുള്ള എല്ലാവരും കാത്തിരുന്നത്. അതും വന്നു. അപ്പം അതിന് മുമ്പേ തന്നെ കുട്ടിയുടെ അമ്മാവൻ, അതായത് അമ്മയുടെ സഹോദരൻ, കുട്ടിയെ കൊന്നത് കുട്ടിയുടെ അമ്മാവനാണെന്ന് പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നേരത്തോടെ വന്നു. അതിൽ കുട്ടിയുടെ ലെൻസിലൊക്കെ വെള്ളമുണ്ട്. അപ്പം കുഞ്ഞിനെ ജീവനോടെ തന്നെ കിണറ്റിലെടുത്തിട്ട് കൊന്നതാണെന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കുട്ടിയുടെ അമ്മാവൻ കുട്ടിയെ ജീവനോടെ തന്നെ എടുത്ത് കിണറ്റിലോട്ട് ഇടുമായിരുന്നു. ഈ 2.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞ് ഒരിക്കലും ആ സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ കിണറ്റിൻ്റെ ആ ഒരു കിണറിൻ്റെ ആ ഒരു ഭിത്തിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ കിണറ്റിലോട്ട് വീഴാതിരിക്കാനുള്ള, ആ ഒരു ഭിത്തിയും കടന്ന് ഒരിക്കലും കുഞ്ഞ് തന്നെ നടന്നു പോയി അതിൽ വീഴത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പോലീസുകാർ അതൊരു ദുരൂഹ മരണമായിട്ട് തന്നെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംശയം വീട്ടുകാരിൽ തന്നെ, അല്ലാതെ വെളിയിലോട്ട് പോയിട്ടേ ഇല്ല. ഏറ്റവും കൂടുതൽ സംശയിച്ചിരിക്കുന്നത് കുട്ടിയുടെ അമ്മയെ തന്നെയാണ്. കുട്ടിയുടെ അമ്മാവെന്ന് പറയുന്ന ആൾക്ക് ചെറിയ മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. പിന്നെ കുട്ടിയെ കൊല്ലാനായിട്ട് കുട്ടിയുടെ അമ്മയും കൂട്ടുനിന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുകയാണ്. നമുക്കതിൽ വളരെ വേദനിക്കത്തക്ക രീതിയിലുള്ള ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും. കുട്ടിയുടെ ചേച്ചി, അതായത് 1-2 വയസ്സോ മാത്രം മൂത്ത ഒരു ചേച്ചി ആ കുഞ്ഞിൻ്റെ ശരീരത്തിനടുത്തിരുന്ന് അതിന് ഉമ്മയും കൊടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അതിദാരുണമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരിക്കലും കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കൊന്നും ആ വാർത്ത കാണാനേ പറ്റില്ല. എനിക്ക് 3 കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതാണ്. എനിക്ക് ഈ അമ്മയ്ക്ക് എങ്ങനെ അതിന് കൂട്ട് നിൽക്കാൻ തോന്നിയത്? ഈ അമ്മയാണോ കൊന്നത്? അതിന് സഹോദരൻ ഏറ്റെടുത്തതാണോ? അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്തായാലും അമ്മയും സഹോദരനും ചേർന്ന് അത് ഹസ്ബൻഡിൻ്റെ തലയിലോട്ടൊക്കെ ഇടാനായിട്ടൊരു പ്ലാനിങ് നടത്തിയിരുന്നെങ്കിൽ അതൊന്നും നടക്കാതെ പോയി. ഈ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു പേരും കള്ളിയാണെന്നാണ് പറയുന്നത്. അമ്മ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് കടം വാങ്ങിച്ചിട്ടുണ്ട്. അതും വളരെ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട്. ഇപ്പം റോഡിലോട്ട് ഓടി എൻ്റെ മകളെ വണ്ടി ഇടിച്ചു, അത് കണ്ട എൻ്റെ അമ്മ പോയി കിണറ്റിൽ ചാടി, അതുകൊണ്ട് പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് ഒരാളോട് 2 ലക്ഷം രൂപയൊക്കെ കടം മേടിച്ചു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 2 ദിവസം മുമ്പ് തൻ്റെ വീട്ടിൽ നിന്ന് 30 ലക്ഷം രൂപ കളവ് പോയി എന്നും പറഞ്ഞുകൊണ്ട് പോലീസിൽ പോയി പരാതിപ്പെട്ടു. പക്ഷേ ആ പരാതി തികച്ചും വ്യാജമാണെന്നും ഇവരുടെ സംസാരത്തിൽ ഒരു പൊരുത്തവും ഇല്ല എന്ന് കണ്ട് പോലീസ് അതിന് കേസെടുത്തില്ല. എങ്ങനെ വന്നാൽ ഇവരുടെ കയ്യിൽ 30 ലക്ഷം രൂപ വരാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ കണ്ട ആൾക്കാരോടൊന്നും കടം മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇനി കടം മേടിച്ച് കയ്യിൽ സേഫായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നോ എന്തോ, അതൊന്നും അറിയത്തില്ല. ഇനി അതാരെങ്കിലും എടുത്തുകൊണ്ട് പോയോ എന്നറിയത്തില്ല. എന്തായാലും അവരുടെ വീട്ടിലെ അവരുടെ വല്യപ്പൻ മരിച്ചിട്ട് ഇന്ന് 16 നടക്കാനിരുന്ന ഒരു സമയത്താണ് ഈ ഒരു കുട്ടിയുടെ കൊലപാതകം നടന്നത്. മരണം എന്ന് പറയാൻ പറ്റത്തില്ല, കൊലപാതകം നടന്നത്. അപ്പം ഈ ഒരു 16 ചടങ്ങൊക്കെ കൊളവാക്കാനാണ് എന്തായിരുന്നു ഇവരുടെ പ്ലാൻ എന്നൊന്നും അറിയത്തില്ല. എന്നിരുന്നാലും ഒന്നും അറിയാത്തൊരു പിഞ്ചു കുഞ്ഞിനെ ഇതിന് ബലിയാടാക്കേണ്ട ഒരു ആവശ്യവും ഒരു കാരണവും ഇവരെന്ത് കാരണം പറഞ്ഞാലും അതൊന്നും ഒരു കാരണമായിട്ട്, ഏത് തരത്തിലുള്ള കാരണം പറഞ്ഞാലും അതൊരു കാരണമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അതേ ഒരു സ്ഥാനത്ത് നിന്ന് കുഞ്ഞിനെ കെയർ ചെയ്യേണ്ട ഒരു വ്യക്തി, കുഞ്ഞിൻ്റെ അമ്മാവൻ എന്നൊക്കെ പറയുമ്പം ഇപ്പം എനിക്കൊരു മകളുണ്ടെങ്കിൽ അത് എൻ്റെ അനിയത്തിക്കും എൻ്റെ അനിയനും അവർക്ക് സ്വന്തം മകനെ പോലെയാണ്. അപ്പോൾ അങ്ങനെ കാണേണ്ട ഒരു വ്യക്തി ആ മകളെ എടുത്ത് ജീവനോടെ കിണറ്റിലിട്ടു എന്ന് പറയുമ്പം കൊന്നിട്ടും അല്ല, ആ കുഞ്ഞ് കിണറ്റിൽ കിടന്ന് അനുഭവിച്ച ആ ഒരു വെപ്രാളമൊക്കെ എന്തായിരിക്കും? അതൊന്നും നമുക്ക് ചിന്തിച്ച് പോലും നോക്കാനായിട്ട് പറ്റില്ല. അപ്പം ഈ അമ്മ ഇതിനെ കൂട്ട് നിന്നിട്ടുണ്ടോ എന്നുള്ളത് വഴിയെ നമുക്ക് മനസ്സിലാവും. എന്തായാലും കൂട്ട് നിന്നിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതേപോലെ തന്നെ ഈ മരണ ചടങ്ങുകളിൽ അച്ഛനെയും വല്യമ്മേനെയും പങ്കെടുപ്പിക്കും, പക്ഷെ അമ്മേനെ വിടത്തില്ല എന്നാണ് പറയുന്നത്. അതെന്തായാലും നല്ല കാര്യമാണ്. അഥവാ ഈ അമ്മയ്ക്കൊരു പങ്കുണ്ടെങ്കിലും അതുമല്ല, ആ ഒരു സമയത്ത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, കുഞ്ഞ് മരിച്ചു എന്നറിഞ്ഞിട്ട് പോലും നമ്മളൊക്കെ ആണെങ്കിൽ ഏത് രീതിയിൽ പ്രതികരിക്കും? ഈ അമ്മ ഒരു പ്രതികരണ ശേഷി ഇല്ലാതെ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്ന ഒരു അമ്മയായിരുന്നു. അപ്പം തന്നെ ഈ അമ്മയുടെ ഭാഗത്ത് എന്തോ തെറ്റുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം.
നമുക്ക് ഇപ്പം നമ്മുടെ ഒരു അറിവോട് കൂടിയല്ല ആ കുഞ്ഞ് മരിച്ചതെങ്കിൽ ആ കുഞ്ഞ് അതിനെ മരിച്ചെന്ന് കാണുമ്പോൾ നമ്മുടെ ആ ഒരു എക്സ്പ്രഷൻ, നമ്മുടെ ആ ഒരു ഇതൊന്നും നമുക്ക് പറഞ്ഞ് നമ്മൾ തന്നെ ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അമ്മമാരാണെങ്കിൽ ഇത് കാണുന്ന നിമിഷം ആ കിണറ്റിലോട്ട് എടുത്ത് ചാടി മരിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പം ഈ കേരളത്തിൽ ഇന്ന് തന്നെ വേറൊരു ഞെട്ടിക്കുന്ന വാർത്ത കേൾക്കുവാനിടയായി. കാഴ്ചക്കുറവ് വന്നത് മൂലം ഭർത്താവിനെയും കുഞ്ഞിനെയും 3 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും നോക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കുഞ്ഞിനെയും കൊന്ന് ഈ ചേച്ചി ആത്മഹത്യ ചെയ്തു. കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊല്ലുമായിരുന്നു ഈ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ. അപ്പോൾ നമ്മുടെ കേരളം എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് നമുക്ക് ചിന്തിച്ച് പോലും നോക്കാനായിട്ട് പറ്റില്ല. ഓരോ ദിവസവും കേൾക്കുന്ന വാർത്ത നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അപ്പം നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ മാനസികാവസ്ഥ തെറ്റിയ കുറേ എണ്ണങ്ങളുണ്ട്. അതുങ്ങൾക്ക് തലച്ചോറിൽ കളിമണ്ണ് നിറച്ച് വെച്ചിരിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അതുങ്ങൾക്ക് നിയമത്തെ ഒന്നും ഒരു വിലയില്ല. അതുപോലെ തന്നെ നിയമം ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം കണ്ടില്ല, ഒരാളെ കൊന്നിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വീണ്ടും വന്ന് 2 പേരെ കൊന്നു. അപ്പം നിയമത്തെയും പോലീസിനെയും ഒന്നും ഒരു വിലയില്ലാത്ത ഒരു സമൂഹം, കുറേ ആൾക്കാരാണ് ഇപ്പം നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പം നമ്മുടെ നിയമം ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മുടെ നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പം ആ ഒരു കൊലപാതകം കഴിഞ്ഞ ദിവസം നടന്ന അതെന്ന് പറയുമ്പോൾ ആ ചെന്താമര എന്ന് പറയുന്ന പുള്ളി ആ 2 പേരെ ഇപ്പം മൊത്തം 3 പേരെ കൊന്നിട്ടുണ്ട്. ഒരാളെ കൊന്നതിൻ്റെ ശിക്ഷ അനുഭവിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. വീണ്ടും 2 പേരെ കൊന്നു, 3 പേരെ കൊല്ലാൻ വരെയും പ്ലാനിട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അയാൾക്ക് ഇപ്പം ചെന്നതേ പറയുന്ന ഫുഡും മേടിച്ച് കൊടുത്ത് നന്നായിട്ട് തീറ്റിപ്പോറ്റുന്നതല്ലാതെ നിയമം പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള ഒരു വകുപ്പുമില്ല, ഒരു വഴിയുമില്ല. പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുകയും ഒരു 10 വർഷം കഴിഞ്ഞ് ആ പുള്ളി തട്ടിപ്പോവും. അത് കഴിഞ്ഞിട്ട് തൂക്കിക്കൊല്ലാൻ തയ്യാറായിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ തൂക്കിക്കൊല്ലാൻ കഴിയുന്നതും ആ ഒരു വീക്കിൽ തന്നെ കേസ് തെളിഞ്ഞു എന്ന് കാണുമ്പോൾ ആ ഒരു വീക്കിൽ തന്നെ അങ്ങ് തൂക്കിക്കൊല്ലും. ഇങ്ങനത്തെ കുറ്റങ്ങൾ ചെയ്യുന്നവരെ, അതായത് കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്നവരെ, ചെറു പിള്ളേരെ അല്ലെങ്കിൽ പീഡിപ്പിച്ച് കൊല്ലുന്നവരെ, മാരകമായിട്ട് ഉപദ്രവിച്ച് കൊല്ലുന്നവരെ, ഒന്നിലധികം പേരെ ഒരു കാരണവുമില്ലാതെ അങ്ങോട്ട് കൊല്ലുന്ന ആൾക്കാരെ, പ്രായം ചെന്നവരെ കൊല്ലുന്ന ആൾക്കാരെ, അങ്ങനെയുള്ളവരെയൊക്കെ ആ ഒരു മാസത്തിൽ അല്ല ആ ഒരു ആഴ്ചയിൽ തന്നെ എല്ലാം നടപ്പിലാക്കി അങ്ങ് തൂക്കിക്കൊല്ലാൻ വിധിക്കുവാണെങ്കിൽ കുറച്ചെങ്കിലും പേടി നമ്മുടെ നാട്ടിലുണ്ടാവും. നിയമം നല്ല രീതിയിൽ മാറേണ്ടിയിരിക്കുന്നു. അല്ലാതെ ആർക്കും നിയമത്തിൽ പേടിയില്ല. ഫുഡും കഴിച്ച് സുഖമായിട്ട് ഒരു 10 വർഷം അല്ലെങ്കിൽ എത്ര ജീവപര്യന്തം കിട്ടിയാലും നന്നായിട്ട് ഫുഡും കഴിച്ച് ജയിലിൽ നന്നായിട്ട് കിടക്കാം എന്നുള്ള ഒരു ധാരണയാണ്. അപ്പം വെളിയിൽ കഴിയുന്നതിനേക്കാളും നല്ലത് ജയിലിൽ കഴിയുന്നതാണ് നല്ലതെന്ന് തോന്നുന്ന ആൾക്കാർ പോലും ഉണ്ട്. അപ്പം നിയമം നന്നായിട്ട് മാറേണ്ടിയിരിക്കുന്നു. പിന്നെ ആ അമ്മേനെ ഡെഡ് ബോഡി കാണിക്കാൻ സമ്മതിക്കാതെ ഇരിക്കുന്നത് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യം തന്നെയാണ്. ആ അമ്മയ്ക്ക് അത് കാണാനുള്ള ഒരു അർഹതയില്ല. ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി കാണാൻ, അതിനെ കുഴിച്ചിരുന്ന് കാണാനുള്ള ഒരു അർഹതയില്ല. അമ്മ എന്നുള്ളൊരു വാക്കിന് പോലും ഇനി അവർക്ക് അർഹത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു വരുമ്പം അവർ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അത് സത്യം തന്നെയാണ്. ഇനിയിപ്പം ഇന്നോ നാളെയൊക്കെ അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ വെളിയിലോട്ട് വരും. പക്ഷേ അതിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഒരു അമ്മ എന്നുള്ള രീതിയിൽ അവർ കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ ആക്സിഡൻ്റായി ഇങ്ങനെ ക്രിട്ടിക്കലായിട്ട് ആശുപത്രിയിലാണെന്ന് പറഞ്ഞ് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കണമെങ്കിൽ ആ അമ്മയുടെ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ കാണാനുള്ള ഒരു അർഹത ആ അമ്മയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ വാർത്തകളാണ് ദിവസം പ്രതി നമ്മൾ കേൾക്കുന്നത്. ഈ വാർത്തയെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.